ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് പാവയ്ക്ക അടിപൊളി ഒരു ഫ്രൈ ആയിട്ട് എടുക്കാം. അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ ഒട്ടും കഴിക്കത്തില്ല കേട്ടോ. അപ്പം നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 പാവയ്ക്കയാണ്. അത് നമ്മുടെ നാട്ടിലെ പാവയ്ക്ക കൂട്ടല്ല, കാട്ടുപാവയ്ക്കയുടെ വേറൊരു ഇനമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത പാവയ്ക്ക അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവോള എടുക്കണം. സവോള എടുത്തിട്ട് അതും വട്ടത്തിൽ അരിഞ്ഞെടുത്തോളുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത്തിരി ഇഞ്ചിയാണ്, പിന്നെ വെളുത്തുള്ളി. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇത്തിരി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കൂടാതെ പച്ചമുളക് 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഇത്തിരി തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാവയ്ക്ക ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഒരുപാട് വെള്ളമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മിക്സ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് കോൺഫ്ലോർ 2 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഇത്തിരി വെള്ളം മാത്രമല്ല, ഇത്തിരി പുളിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ വാളംപുളിയുടെ വെള്ളം അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഈ പാവയ്ക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ അടച്ച് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ഈ മിക്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ടായിരുന്നു പാവയ്ക്കയുടെ വെള്ളം പോകാനായിട്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു 10 നിമിഷം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ഒരു കടായിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തോളുക. എണ്ണ ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, അല്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ് വരിക. ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നു വെച്ചാൽ കറിവേപ്പിലയുടെ ആ ഒരു മണവും അതിൻ്റെ ഒരു കളറും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉള്ളി ഏകദേശം സവോള ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തോളുക. തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങ് മൂക്കണ്ട, ഏകദേശം ഒന്ന് മൂത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തെന്ന് ഓർത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിതിൻ്റെ ആ ഒരു രുചി ടേസ്റ്റും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതുമല്ല അന്നേരം ആ പാവയ്ക്കയുടെ ഒരു നമ്മുടെ ഈ വറുത്ത് കോരുന്ന എല്ലാത്തിനകത്ത്, അതായത് സവോള, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇതിലൊന്നും പിടിക്കത്തില്ല പാവയ്ക്കയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് വറുത്ത് കോരുന്നതായിരിക്കും നല്ലത്. അത് തിരിച്ചും മറിച്ചും ഇട്ട് ഇത്തിരി നൈസായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 3-4 വട്ടം ഇട്ടിട്ടാണ്, ഞാൻ ചെറിയ കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 വട്ടം ഇട്ട് പിന്നെയാണ് അതൊന്ന് റെഡിയായി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്താ, നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, യമ്മിയാണ്. ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അത് തന്നെയല്ല, ഒരുപാട് എരിവില്ലായിരുന്നു, കയ്പും ഇല്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എല്ലാം വറുത്ത് കോരിയെടുത്ത കാരണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കമൻസും ഒക്കെ ചെയ്യാനായിട്ട് മറക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളുമായിട്ട് വീണ്ടും കാണും വരെ ടാറ്റാ.